ഹായ്, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കേട്ടോ ആദ്യമായിട്ട് DMIT ടെസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അനലൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടറും നമ്മുടെ സ്വഭാവ സവിശേഷതകളും നമ്മുടെ ഇഷ്ടമേഖലകളും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒരു കൗതുകം തോന്നുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മോൻ്റെ DMIT റിപ്പോർട്ട് എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എറണാകുളം നിർവാണ ലൈഫ് പാത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മളെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമൃത മാം ആയിരുന്നു. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ട് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഒരു കൗൺസിലിംഗ് സെക്ഷനൊക്കെ ഏകദേശം ഒരു 1 അവറോളം നീളുന്ന ഒരു സെഷനും ഉണ്ടായിരുന്നു. അമൃത മാം തന്നെയായിരുന്നു നമുക്ക് ആ ഒരു സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ മോനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തി അവൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിട്ടോ. അതേ ഇൻട്രസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ആ ഒരു 1 അവർ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് കിഷോട്ടൻ്റെ സ്ട്രെങ്ത് ഏരിയാസ്, ഏതൊക്കെയാണ് കിഷോട്ടൻ്റെ വീക്ക് പോയിന്റ്സ്, ഫ്യൂച്ചറിലായാലും നമുക്കൊരു കരിയർ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റിംഗ് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിലേക്ക് അവനെ ഡൈവേർട്ട് ചെയ്ത് വിടാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാം നമുക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും മോൻ്റെ ഫ്യൂച്ചറിന് ഈ ഒരു DMIT ടെസ്റ്റ് എടുത്തതും ഈ ഒരു റിപ്പോർട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവനെ ആ രീതിയിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ DMIT റിപ്പോർട്ട് ആർക്കും എടുക്കാം, നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം. കാരണം ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഈ ഒരു റിപ്പോർട്ടിന് സാധിക്കും. താങ്ക്